നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ഇലക്ഷൻ്റെ ഒരു മാസം മുമ്പായി നിർത്തിവെച്ചതായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം 2000 രൂപയുടെ വിതരണമാണ് തുടങ്ങാൻ പോകുന്നത്. എന്നാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക? അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നൊരു വെബ്സൈറ്റ്, പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതലാണ് ഈ പെൻഷൻ വിതരണം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 2 മാസത്തെ പെൻഷൻ ഒരുപാട് ആൾക്കാർക്ക് ലഭിച്ചു. വളരെ കുറഞ്ഞ ആളുകൾക്ക് 3 മാസത്തെയും പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചത്? 2000 രൂപയാണെങ്കിൽ അതോ 3000 രൂപയാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഇനി ലഭിക്കാനുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. 22-ാം തീയതി 23-ാം തീയതി ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുക. 2 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1 മാസത്തെ കുടിശ്ശികയും 1 മാസത്തെ പെൻഷനും കൂടി 2000 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണങ്ങൾ മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച് ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആൾ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് സേവന പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ ലഭിക്കാത്തതെന്ന് അറിയാൻ സാധിക്കും. നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായത് കൊണ്ടായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കാത്തത്. ഇങ്ങനെ തെറ്റുകൾ തിരുത്താനും ഇപ്പോൾ അവസരമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ മാറുക, മൊബൈൽ നമ്പർ മാറുക, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം മാറുക, ഇങ്ങനെ പല കാരണം കൊണ്ടും ആവാം പെൻഷൻ അപ്രൂവൽ ആവാത്തത്, അല്ലെങ്കിൽ അപ്രൂവൽ ആയതിനു ശേഷം പെൻഷൻ ലഭിക്കാത്തത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാനും നിലവിലുള്ള അപേക്ഷ തിരുത്താനും എല്ലാം ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം, അന്ന് വെള്ള നീല റേഷൻ കാർഡില്ലാത്തത് കൊണ്ട് തന്നെ, വെള്ള നീല റേഷൻ കാർഡിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ അന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അന്ന് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ടായിരുന്നു. അങ്ങനെ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിയ ആളുകളെല്ലാം ഇപ്പോൾ അത് അപ്രൂവൽ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങളുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും. അങ്ങനെ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ച സ്ത്രീകൾ 35 വയസ്സിനും 60 വയസ്സിനുമുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാനും തുടർന്ന് പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, പെൻഷനും 3000 പല കാര്യങ്ങളും പ്രഖ്യാപിക്കും. ഇങ്ങനെയുള്ള അറിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.